നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 14 തീയതി ജാനുവരി മാസം 2026 രാവിലെ 8:06 ആയിട്ടുണ്ട്. നാളെ അവധിയാണ്, ട്രേഡിംഗ് ഇല്ല നാളെ. ഒരു കാര്യം, മെയിനായിട്ടുള്ള കാര്യം, അവിടെ മഹാരാഷ്ട്രയിൽ കൗൺസിലർ ഇലക്ഷനാണ്. നമ്മുടെ ഇപ്പോൾ നടന്നില്ലേ കേരളത്തിൽ, അതേപോലെ കൗൺസിലർ ഇലക്ഷനാണ്. അതുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ട് നാളെ NSE അവധി ആയതുകൊണ്ടും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധി ആയതുകൊണ്ടും നാളെ ട്രേഡിംഗ് ഇല്ല. എക്സ്പയറിയുടെ ആദ്യ ദിവസമാണ്, കോൺട്രാക്റ്റ് തുടങ്ങുന്ന ആദ്യ ദിവസമാണ്. ഈ ചാർട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മുടെ വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ ചാർട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പോയിൻ്റ് ഓഫ് കൺട്രോൾ 65 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് കൺട്രോളും പറഞ്ഞിരുന്നു. എന്ത് ഉഗ്രനായിട്ടാണ് 65 വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ഈ ലെവൽ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ പക്കായിട്ട് വർക്ക് ചെയ്യും. പക്കാന്ന് വെച്ചാൽ പക്കായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇതാണ് ഇന്നലത്തെ ലെവൽ. നമുക്ക് ഇന്നത്തെ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് ഇന്നത്തെ 15 മിനിറ്റിൻ്റെ റെസിസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ടാണ്, അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. അതെന്തുവാണെന്ന് നിങ്ങൾക്ക് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിങ്ങിൽ, അതായത് ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങിൽ ഞാൻ സെല്ലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ മാർക്കറ്റിനെ കാണുന്നുള്ളൂ. അവിടെ ഫ്രഷ് ബൈയിങ് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഫ്രഷ് ബൈയിങ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സിൽ. പക്ഷേ ഓപ്ഷൻ ബയേഴ്സ് ഉണ്ട്. അത് എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യുമ്പം തിരിച്ച് റിവേഴ്സൽ വരും. അപ്പോൾ അവർ ബൈ ചെയ്യുമ്പം സെല്ലർ എവിടെയാണോ അവരുടെ പൊസിഷൻ എക്സിറ്റ് ആകുന്നത്, അവർ എക്സിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ അവർ ബയ്യറായിട്ട് മാറണം. ആ ലെവലൊക്കെയാണ് നമ്മൾ കയറി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓപ്ഷൻ ബയറിൻ്റെ ഫ്രഷ് ബയറാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മുടെ കൊണ്ടൊന്നും ഒരു ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഞാനൊക്കെ ഒരു റീറ്റെയിൽ ട്രേഡറാണ്. ഒരു 3 ലോട്ട് 2 ലോട്ട് 1 ലോട്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സാധാരണ ഒരു ലേമാനാണ്, സാധാരണ ഒരു മനുഷ്യനാണ്. എങ്കിലും നമ്മൾ കുറേ കാശ് പാസീവ് ഇൻകമായിട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സ്ട്രാറ്റജിയും അതിൻ്റെ സെറ്റപ്പും ഒക്കെ നമുക്ക് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ഡിസിപ്ലിൻ ആയിരിക്കണം. ഞാനൊരു 3-4 ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നില്ല. ഇത് വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. കാരണം വെച്ചാൽ ട്രേഡ് ചെയ്യാത്തതിൻ്റെ കാര്യം, ഒന്ന് കുറച്ച് വർക്കിൻ്റെ ബിസി, ഒഫീഷ്യൽ വർക്കിൻ്റെ ബിസി. പിന്നെ ഇന്ന് മുതൽ കുറച്ച് ഇവിടെ തമിഴ്നാട്ടിലാണ് ഞാൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഹോളിഡേ ഒക്കെയാണ്. ഇന്ന് മുതൽ നമുക്ക് ഇവിടെ പൊങ്കൽ എന്ന് പറയും, നിങ്ങളെല്ലാം കേട്ട് കാണും. ഈ പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണം പോലെയാണ്. നമ്മുടെ കേരളത്തിലെ ഓണം പോലെ നമുക്ക് 4 ഓണം ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ 4 ദിവസവും ലീവാണ്. ഇന്ന് മുതൽ അവധിയാണ്. ഇന്ന് മുതൽ അവധിയാണ്. ഭോഗി എന്ന് പറയും. നാളെ മെയിൻ പൊങ്കലാണ്. അത് കഴിഞ്ഞ് കാണും പൊങ്കൽ. അങ്ങനെ ഈ 4 ദിവസവും ഇവിടെ അവധിയാണ്. ഈ ആഴ്ച ഫുള്ള് തമിഴ്നാട്ടിൽ ആരെയും കിട്ടില്ല. കടകൾ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ഞാനും ഫാമിലി ആയിട്ടൊക്കെ കുറച്ച് ഒരു ഫ്രീക്ക് ഔട്ട്, ഒരു ഫ്രീ ആയിട്ടൊന്ന് കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ട്രേഡ് ചെയ്യുന്നില്ല. ഇനി തിങ്കളാഴ്ച ട്രേഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കാം. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 138 നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ 2 കോൺട്രാക്റ്റായിട്ട് 110 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് 138 പോയിൻ്റ് ഓഫ് കൺട്രോൾ വന്നിട്ടുണ്ട്. ഈ ലെവൽ നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായ സ്റ്റഡീസ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല എൻട്രിയും നല്ല എക്സിറ്റും നല്ല കിട്ടും. നിങ്ങളുടെ ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്ത് ഒരു സെറ്റപ്പ് റെഡിയാക്കിയാൽ തന്നെ പ്രോഫിറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഉഗ്രനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മുടെ ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയുന്നത്. അതുകൊണ്ട് നോക്കുക. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.